Hi, welcome to a new session on sentences and clauses. Now, the last class we were learning about clauses and the independent clause or dependent clause. Now, based on that structure of the sentence, we can divide the sentences into 3 or 4 different types, and we are going to learn much detail about those sentences. Let's see, based on the sentence structure, it can be divided into simple sentence, compound sentence, complex sentence, and compound complex sentences. So these are the 4 different types of sentences. Let's see the first one, simple sentence. We already know what is an independent clause. An independent clause contains only one subject and one finite verb. That is what is more important. Independent clause nath eppoഴും എന്തുണ്ടാകും? It has a subject and it has a finite verb. Dependent clause ഇത് രണ്ടും ഉണ്ട്. But then independent clause can stand itself to give you the meaning. Independent clause മറ്റാരുടെയും സഹായം ആവശ്യമില്ല. പക്ഷെ ഡിപ്പെൻഡന്റ് ക്ലോസിനകത്ത് സബ്ജക്റ്റും ഉണ്ട് വേർബും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പ്രിൻസിപ്പൽ ക്ലോസിനെ ആശ്രയിച്ചിരിക്കുന്നു. സിമ്പിൾ സെന്റൻസിൽ ഈ പറഞ്ഞ സബോർഡിനേറ്റ് ക്ലോസ് അഥവാ ഡിപ്പെൻഡന്റ് ക്ലോസ് നിങ്ങൾക്ക് കാണത്തില്ല. അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻഡിപെൻഡന്റ് ക്ലോസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതായത് ഒരു സബ്ജക്റ്റ് കാണും, ഒരു വേർബും കാണും, വേറെ ആരും അതിനകത്ത്, അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് വേർബ് കാണും. മേ ബി ദർ വിൽ ബി ഇൻഫിനിറ്റീവ് വേർബ്സ്, ബട്ട് ദർ വിൽ ബി ഓൺലി വൺ ഫൈനൈറ്റ് വേർബ്. ലെറ്റ്സ് സീ ദി എക്സാമ്പിൾ. The missing child was located near the railway station. The missing child was located near the railway station. ഒരു സബ്ജക്റ്റ് ഉണ്ട്, the missing child, and then the rest is predicate, was located near the railway station. Looking into the verb was located, ഇത് എന്താണ്? Was located is in simple past tense, right? Yeah, so it comes as the finite verb. My talented sister writes poetry. My talented sister writes poetry. There's one subject, my talented sister, and then the rest is predicate, writes poetry. Here that tense, simple present tense. Third one, inspired by Kalpana Chawla, many young girls are opting for aerospace engineering. Now look at this sentence again. സാധാരണ നമ്മൾ കാണുന്നത് പോലെയല്ല അല്ലേ? ഇൻസ്പയർഡ് ബൈ കൽപ്പന ചൗള ഒരു പാർട്ട് അവിടെ ഉണ്ട്. മെനി യങ് ഗേൾസ് ആർ ഓപ്റ്റിംഗ് ഫോർ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. Now the second part is much easier for you. Many young girls subject ആണ്, are opting verb ആണ്, the rest are opting for aerospace engineering നമുക്ക് predicate പാർട്ടാണ്. Now the are opting എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഒരു ടെൻസും തരുന്നുണ്ട്, present continuous tense. But there is one first part to it, inspired by Kalpana Chawla. ഇത് വന്നതുകൊണ്ട് സെന്റൻസ് സിമ്പിൾ അല്ലാതാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറയാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പാർട്ട്. ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇൻസ്പയർഡ്. അത് വെർബാണോ? വെർബാണ്, പക്ഷെ അത് നോൺ ഫൈനൈറ്റ് വേർബാണ്. അതിനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഫുൾ സെന്റൻസിന്റെ ടെൻസ് പറയാൻ പറ്റത്തില്ല. വെദർ ഇറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റിലാണോ, പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലാണോ, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹാസ് ഉണ്ടോ, ഹാവ് ഉണ്ടോ, ഡിഡ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് ആണോ. ഇൻസ്പയർഡ് എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റിനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സബ്ജക്റ്റ് ടെൻസ് ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ നോൺ ഫൈനൈറ്റ് വേർബിനകത്ത് പെടുത്തുന്നു. മറ്റേതോ ഫൈനൈറ്റ് വേർബാണ്. നൗ വെൻ യു ഹാവ് എ നോൺ ഫൈനൈറ്റ് വേർബ്, ഇറ്റ് ഈസ് നോട്ട് എ ക്ലോസ്. നോൺ ഫൈനൈറ്റ് വേർബ് ഒരു സെന്റൻസിലുണ്ടെങ്കിൽ അത് എന്തല്ല, അത് ക്ലോസ് അല്ല. അതുകൊണ്ട് ഇൻസ്പയർഡ് ബൈ കൽപ്പന ചൗള എന്നത് ചേർത്ത് വെച്ചതുകൊണ്ട് സെന്റൻസ് സിമ്പിൾ ആകാതിരിക്കുന്നില്ല. വി ഹാവ് ഓൺലി വൺ സബ്ജക്റ്റ് ഓവർ ഹിയർ, മെനി യങ് ഗേൾസ്. കൽപ്പന ചൗള അവിടെ സബ്ജക്റ്റ് അല്ല, യങ് ഗേൾസ് ആണ് അവിടെ സബ്ജക്റ്റ്. ആർ ഓപ്റ്റിംഗ് ആണ് അവിടുത്തെ ഫൈനൈറ്റ് വേർബ്. So we have only one subject and one finite verb, and therefore we call that sentence as a simple sentence. Let's see one more.
Having crossed the paddy field, the man entered a low mud hut. ഇവിടെയുണ്ട് the man entered a low mud hut മാത്രം എടുത്താൽ എളുപ്പമാണ്. The man is the subject, entered the low mud hut predicate, entered is the past tense finite verb. Now let's take the first part, having crossed. ഹാവിങ് എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ടോ സാധാരണ ഏതെങ്കിലും ടെൻസിന്റെ ഓക്സിലറി ഫോമിൽ? അത് നോക്കിയിട്ട് നമുക്ക് ഇത് ഇന്ന വെർബാണെന്ന് പറയാൻ പറ്റുമോ? ഏത് കാലത്തിലാണ് ഏത് ടെൻസിലാണെന്ന് പറയാൻ പറ്റുമോ? സോറി, ഏത് ടെൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. Now that is what you call as gerund, right? Yeah, ing form of the verb. അപ്പോൾ ഇവിടെ വരുമ്പോൾ sorry, this is the present participle form of the verb. Okay, now ഇവിടെ വരുമ്പോൾ it doesn't help you to understand the tense of the sentence having crossed എന്ന് പറഞ്ഞെടുത്ത് വെച്ചിട്ട് നമുക്ക് ടെൻസ് ഓഫ് ദി സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഒട്ട് സബ്ജക്റ്റ് അവിടെ ഇല്ലതാനും. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസിൽ ആകെ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ദി മാൻ, ഒരു സബ്ജക്റ്റേ ഉള്ളൂ. ആ സബ്ജക്റ്റും അതിനോട് ബന്ധപ്പെട്ട് അതിന്റെ വെർബും കിടപ്പുണ്ട്, entered. So that sentence is also a simple sentence. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ പോലും the rest of the sentence വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് വരും. Let's move on to the next one. Despite his illness, Gopal is always cheerful. ഗോപാലിന് അസുഖം ഉണ്ടെങ്കിലും എപ്പോഴും അവൻ സന്തോഷവാനാണ്. is the only verb over here, and we are talking about Gopal, the only subject. So there's only one subject and one verb. That verb is finite verb, so we call this sentence as a simple sentence. Now, there's another type of sentence called compound sentence. Over here we have two independent clause or more than two independent clause. One or more two independent clauses will be there. ഇതിനകത്ത് കുറെ ക്ലോസസ് കാണും, പക്ഷെ ഉള്ള ക്ലോസസ് മുഴുവനും ഇൻഡിപെൻഡന്റ് ആയിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് ഈച്ച് പാർട്ട് ക്യാൻ സ്റ്റാൻഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഡിഫറെന്റ് ആയിട്ട് അതിന് തനിയെ നിന്ന് അർത്ഥം പറഞ്ഞു തരാൻ പറ്റും. Now, how can we make a compound sentence? They are combined using coordinating conjunctions. Coordinating conjunctions വെച്ചിട്ടാണ് കോമ്പൗണ്ട് സെന്റൻസസ് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് ഈസി, ബട്ട്, ആൻഡ് അതൊക്കെ ചേർത്തിട്ട് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ സം ഓഫ് ദി കോമ്പൗണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ആൻഡ്, ബട്ട്, yet, either, or, neither, no, nor, not only but also, still, for, so, therefore, nevertheless. ഇതൊക്കെയാണ് കുറച്ച് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. So just write it down and keep it with you as a note. Let's see this example. You can send a packet by courier or Raj can take it with him. Now we have two sentences over here. Sorry, two clauses over here. You can send a packet by courier. And is one clause. Raj can take it with him is another clause. We have, let's see the first clause. You can send a packet by courier. Which one is the subject in the first clause? You. There's one subject. And there's one other verb. Can send. That is the verb. Can auxiliary, send verb one. You can send the packet. Simple present tense. So it tells you the tense also. It agrees with the subject. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ that is one independent clause, right? You can send the packet by courier, and it gives you the meaning. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൊറിയർ വഴി അയക്കാം. ആ പാക്കറ്റ് കൊറിയർ വഴി അയക്കാം. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ്. Now let's move on to the second part. Raj can take it with him. രാജ് അതെന്ത് ചെയ്യാം? എടുത്തുകൊണ്ട് വരാം. ഏത്? The packet. Now over here again there is a subject Raj, and there is another verb, auxiliary verb and main verb, can take. Again it agrees with the subject. അങ്ങനെ നോക്കുമ്പോൾ അതും ഒരു ഫൈനൈറ്റ് വെർബാണ്. So we have two independent clauses here. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് കൊറിയർ വഴി അയക്കാം, അല്ലെങ്കിൽ രാജു വരുമ്പോൾ അതെന്ത് ചെയ്യും? എടുത്തുകൊണ്ട് വരും. രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ട്. എന്ത് വെച്ചിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്തു? ഓർ ചേർത്തിട്ട് കമ്പൈൻ ചെയ്തു. ഇങ്ങനെ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ ഓർ വെച്ച് കമ്പൈൻ ചെയ്യുകയും രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുകയും ചെയ്താൽ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കുന്നത് പോലെ കപ്പലണ്ടി ഇടും, അതിനകത്ത് കറിവേപ്പിലയും കാണും, അതിനകത്ത് ഇടാവുന്ന
പാർട്സ് എല്ലാം കോണ് വറുത്തിട്ടിടുമായിരിക്കും, കടലമാവ് വറുത്തിടും. എങ്ങനെയൊക്കെ നിങ്ങൾ ഇട്ടു അതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണും അതിനകത്ത്. ഇതെല്ലാം കൂടെ ഒന്നാവത്തില്ല. Okay, so that is what you call as a compound. That's how the compound sentence looks like. You have one or two independent clauses, and you can view them or you can see them as a separate entities in one sentence. രണ്ടോ മൂന്നോ independent clauses ആയിരിക്കും, dependent clauses അല്ല ഇതൊന്നും. You can send the packet by courier, അത് ഇൻഡിപെൻഡന്റ് ആണ്. രാജ് can take it with him, അതും ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയുള്ള സെന്റൻസുകളെ ഒരുമിച്ചാക്കുന്ന കുറെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആണ് ഇവര്. ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കണം. ആൻഡ്, ബട്ട്, യെറ്റ്, either or, neither nor, not only but also, still, for, so, therefore, nevertheless. ഇത്രയും കാര്യങ്ങൾ ചേർത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സിമ്പിൾ സെന്റൻസിനെ, നിങ്ങൾക്ക് 2 സിമ്പിൾ സെന്റൻസസ് തന്നാൽ അതിനെ നിങ്ങൾക്ക് കോമ്പൗണ്ട് സെന്റൻസ് ആക്കാൻ പറ്റും. Let's see another example. Sheila asked Anil to stay for lunch, but he left. Sheila asked Anil to stay for lunch. Sheila അനിലിനോട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ പറഞ്ഞു. Right? Sheila subject, asked verb, simple past tense. Coming to the second part, he subject, left, again a finite verb, simple past. So they are staying as different entities. രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആയിട്ട് തന്നെ നിൽക്കുന്നു. നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ചു. പക്ഷേ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ബട്ട് ചേർത്ത് വെച്ചിട്ട് അതിനെ ഒരുമിച്ച് വെച്ചു. അതുകൊണ്ട് നമ്മൾ അതിനെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നു. ഇറ്റ് വാസ് റെയിനിങ് യെറ്റ് വി വെന്റ് ഫോർ ഷോപ്പിംഗ്. മഴ പെയ്യുകയായിരുന്നു, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഷോപ്പിങ്ങിന് പോയി. ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുകയായിരുന്നു. Again, was plus rain plus verb ing. So past continuous tense. Then we went for shopping, simple past tense. Let's do some exercises. You just have to combine these sentences using any of these coordinating conjunctions. I rang the bell. Nobody came to the door. I rang the bell, but nobody came to the door. 2 സെന്റൻസ് ഉണ്ട് അല്ലേ? I rang the bell, ഞാൻ ബെൽ അടിച്ചു. Nobody came to the door. 2 സിമ്പിൾ സെന്റൻസാ. I സബ്ജക്റ്റ്, rang verb, nobody സബ്ജക്റ്റ്, came verb. സോ നമ്മൾ അതിനെ ഒരുമിച്ച് ചേർത്ത് വെച്ചു. ഞാൻ ബെല്ല് അടിച്ചു, പക്ഷെ ആരും ഡോറ് തുറന്നില്ല. I rang the bell, but nobody came to the door. Kriba will stay in the hotel. കൃപ ഒരു സിമ്പിൾ സെൻസാ. കൃപ ഒന്നുകിൽ ഹോട്ടലിൽ നിൽക്കും. കൃപ വിൽ സ്റ്റേ വിത്ത് ഫ്രണ്ട്സ് ഇൻ ദ സിറ്റി. നമുക്ക് ഒരുമിച്ചാക്കണം. കൃപ ഒന്നുകിൽ ഹോട്ടലിൽ നിൽക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ സിറ്റിയിൽ താമസിക്കും. എയ്തർ ഓർ. നമുക്ക് ബ്രാക്കറ്റ് ഇടുമ്പോൾ എങ്ങനെ ഇടുന്നത്? നമ്മൾ മാത്സിന് ബ്രാക്കറ്റ് എടുക്കുന്നത് പോലെയാ. കോമൺ ആയിട്ടുള്ളവർ എല്ലാവരെയും കൂടി വെളിയിൽ എടുക്കും. ഇവിടെ കൃപ വിൽ സ്റ്റേ വരെ ഒരുമിച്ചാക്കാം. കൃപ വിൽ സ്റ്റേ എയ്തർ ഇൻ ദ ഹോട്ടൽ ഓർ ഇൻ ദ സിറ്റി. So Kriba will stay either in the hotel or in the city. കിട്ടിയോ? 2 ഒരുമിച്ചാണ്, 2 ഡിഫറെന്റ് എൻറ്റിറ്റി ആയിട്ടാണ് നമുക്ക് വരുന്നത്. The clothes were put out in the morning. The clothes are not dry. The clothes were put out in the morning. രാവിലെ ഇട്ടതാ, പക്ഷേ but they are not dry. They are not dry. ഇങ്ങനെ 2-3 സിമ്പിൾ സെന്റൻസസ് തന്നിട്ട് ഒരുമിച്ചാക്കാനാണ് നിങ്ങളോട് ചോദിക്കുക. ഒരുമിച്ചാക്കുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് എന്താക്കാം? അതിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കാം. ലെറ്റ്സ് സീ വൺ മോർ. സുമിത് ഈസ് ക്ലെവർ, സുമിത് ഈസ് കൈൻഡ്. യു ക്യാൻ ആഡ് ആൻഡ്. സുമിത് ഈസ് ക്ലെവർ ആൻഡ് കൈൻഡ്. അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. സുമിത് ഈസ് നോട്ട് ഓൺലി ക്ലെവർ ബട്ട് ഓൾസോ ഹി ഈസ് കൈൻഡ്. ഇങ്ങനെ നിങ്ങൾക്കാക്കാം. So it's up to you how to change a simple sentence into compound sentence, but you have to use either of these any of these compound coordinating conjunctions. ഇതിനെയൊക്കെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2-3 ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ ഒരുമിച്ചാക്കാൻ പറ്റും. Then the third category, complex sentence. നമ്മൾ പറഞ്ഞു സിമ്പിൾ സെന്റൻസിനകത്ത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസേ ഉണ്ടാവുള്ളൂ എന്ന്. 2 ഇൻഡിപെൻഡന്റ് ക്ലോസസോ 2-ൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് ക്ലോസസോ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ക്ലോസ് കിട്ടും.
കോമ്പൗണ്ട് സെന്റൻസ് കിട്ടും. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ഒരു ഡിപെൻഡന്റ് ക്ലോസും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോംപ്ലക്സ് സെന്റൻസ് കിട്ടും. ഇറ്റ് ഹാസ് വൺ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് വൺ ഓർ മോർ ഡിപെൻഡന്റ് ക്ലോസ്. ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് കാണും, അതിനെ ബന്ധപ്പെട്ട് ഒരു ഡിപെൻഡന്റ് ക്ലോസും ഉണ്ടെങ്കിൽ we can say that sentence as a complex sentence. Let's see. എങ്ങനെയാണ് നമുക്ക് കോംപ്ലക്സ് സെന്റൻസസ് ഉണ്ടാക്കാൻ പറ്റുന്നത്? വി ക്യാൻ ആഡ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോമ്പൗണ്ട് സെന്റൻസസിന് നമുക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണെങ്കിൽ കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. ആസ് സൂൺ ആസ്, സോറി, ഹൂ, whose, which, that, when, while, where, before, after, since, till, until, as soon as or because, so that, if or unless, although, though, as though, as if, what, how, whether. ഇതിൽ ഏത് ടേംസ് ചേർത്താലും നിങ്ങൾക്ക് എന്ത് ചേർക്കാം? കോംപ്ലക്സ് സെന്റൻസിന് ആക്കേണ്ട സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കിട്ടും. ലെറ്റ്സ് സീ ദിസ്. ദോ ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു ബി എ ഡോക്ടർ, തരുൺ ടുക്ക് അപ്പ് എഞ്ചിനീയറിംഗ്. ഇവിടെ ഏതാ ചേർത്ത സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? ദോ, ഇല്ലേ? ലെറ്റ്സ് സീ ദ ക്ലോസസ്. ഒന്ന്, തരുൺ ടുക്ക് അപ്പ് എഞ്ചിനീയറിംഗ്. തരുൺ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ക്ലോസ്. അതിൻ്റെ കൂടെ വേറെ ഒന്നും നമുക്ക് ഇല്ല, വേണമെന്നില്ല. തരുൺ ഈസ് ദി സബ്ജക്ട് ആൻഡ് ടുക്ക് അപ്പ് ഈസ് ദി ഫൈനൈറ്റ് വെർബ്. ടുക്ക് ഈസ് ദ ഫൈനൈറ്റ് വെർബ്. ദോ ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു ബി എ ഡോക്ടർ. തരുണിന്റെ അച്ഛന് പക്ഷെ എന്ത് ചെയ്യണമായിരുന്നു? തരുണ് ഡോക്ടറിന് പഠിക്കണമെന്നായിരുന്നു. എങ്കിലും സോ ഇറ്റ് ഇസ് ആക്ച്വലി നമുക്ക് പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാ? തരുണിന്റെ അച്ഛന് തരുൺ ഡോക്ടറിന് പഠിക്കണമെന്നായിരുന്നെങ്കിലും തരുൺ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു. അപ്പൊ നമുക്ക് ആദ്യത്തെ പാർട്ട് എടുക്കാം. അച്ഛന് തരുണിനെ ഡോക്ടറിന് പഠിക്കാൻ വിടണമെന്നായിരുന്നെങ്കിലും സോ ഇറ്റ്സ് എ സബോർഡിനേറ്റ് ക്ലോസ്, റൈറ്റ്? നമുക്കൊരു പൂർണ്ണമായ അർത്ഥം തരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ചേർത്ത സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിരുന്നു ഇത്. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് സിമ്പിൾ ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു ബി എ ഡോക്ടർ, തരുൺ ടുക്ക് അപ്പ് എഞ്ചിനീയറിംഗ്. നമ്മൾ ഒരുമിച്ചാക്കിയപ്പോൾ എങ്ങനെ ആക്കി? ദോ ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു ബി എ ഡോക്ടർ, തരുൺ ടുക്ക് അപ്പ് എഞ്ചിനീയറിംഗ്. പക്ഷെ ഇത് കോമ്പൗണ്ട് ആക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചേർത്തേനെ? ബട്ട് ചേർത്തേനെ. ഹിസ് ഫാദർ വാണ്ടഡ് ഹിം ടു ബി എ ഡോക്ടർ ബട്ട് തരുൺ ടുക്ക് അപ്പ് എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ തരുൺസ് ഫാദർ വാണ്ടഡ് ഹിം ടു ബി എ ഡോക്ടർ ബട്ട് തരുൺ ടുക്ക് അപ്പ് എഞ്ചിനീയറിംഗ്. ഓക്കെ. Second example, the monkey scampered up the tree. Oru clause. When Keshav tried to touch it. Second clause. So we have two different clauses here. The monkey scampered up the tree. Oru clause. When Keshav tried to touch it. Second clause. Second clause. When Keshav tried to touch it. എന്നുള്ളത് എന്താ? സബോർഡിനേറ്റ് ക്ലോസാ. കേശവ് അതിനെ തൊടാൻ ശ്രമിച്ചപ്പോൾ മങ്കി, കുരങ്ങൻ എന്ത് ചെയ്തു? മരം കുലുക്കി. Okay, the monkey scampered up the tree when Keshav tried to touch it. So there is one principal clause. The maram korangan kuliki. That is principal clause. അതിനകത്ത് അർത്ഥമുണ്ട്. മരം കുലുക്കി. കേശവൻ തൊടാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിൽക്കുകയാണ്. സോ ദർ സംതിങ് എൽസ് ടു കം. അങ്ങനെ വന്നപ്പോഴാണ് പ്രിൻസിപ്പൽ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്ലോസ് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നിയത്. സോ യു സീ ദിസ് വൺ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെൻ, അല്ലേ? ഈ പറയുന്ന ഏതെങ്കിലും ആ സെന്റൻസിലുണ്ടെങ്കിൽ അത് ഏത് സെന്റൻസ് ആവും? കോംപ്ലക്സ് സെന്റൻസ് ആകും. ദ ഗേൾ ഹു സ്പോക്ക് ടു മീ അറ്റ് ദ ഡിന്നർ യെസ്റ്റർഡേ ഈസ് മൈ ക്ലാസ്മേറ്റ്. ഇവിടെ പ്രിൻസിപ്പൽ ക്ലോസ് അപ്പുറം ഇപ്പുറമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ദ ഗേൾ ഈസ് മൈ ക്ലാസ്മേറ്റ്. ഗേൾ ഈസ് മൈ ക്ലാസ്മേറ്റ്. ഗേൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നയാളാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഹു സ്പോക്ക് ടു മീ അറ്റ് ദ ഡിന്നർ യെസ്റ്റർഡേ. ആരാണോ ഇന്നലെ എന്നോട് രാത്രിയിൽ അത്താഴത്തിന് സംസാരിച്ചത് ആ പെൺകുട്ടി എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ആ പെൺകുട്ടി എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, പ്രിൻസിപ്പൽ ക്ലോസ് ആണ്. എന്നോട് ഇന്നലെ അത്താഴത്തിന് സംസാരിച്ചത് ആരാണെന്ന് ചോദിച്ചില്ലേ? അവൾ. ഹു, ആരാണോ അവൾ. ഹു സ്പോക്ക് ടു മീ അറ്റ് ദ ഡിന്നർ യെസ്റ്റർഡേ. സോ ഹു makes the sentence as a complex sentence because the girl spoke to me at the dinner yesterday എന്ന് പറയുന്നെങ്കിൽ അതെന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരുന്നു. പക്ഷെ അതിനകത്തൊരു ഹൂ വന്നപ്പോഴത്തേക്ക് ആ ഇൻഡിപെൻഡന്റ് സെന്റൻസ് എന്തായിപ്പോയി? ഡിപ്പെൻഡന്റ് സെന്റൻസ് ആയിപ്പോയി. മറ്റേതിന്റെ കൂട്ടത്തിലിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥം
കിട്ടത്തുള്ളൂ. വാട്ട് യു ഡിഡ് ഹെൽപ്ഡ് us. വാട്ട് യു ഡിഡ്, നീ എന്താ ചെയ്തേ, ആ ചെയ്തത് എന്താണോ അത് ഞങ്ങളെ എന്ത് ചെയ്തു, സഹായിച്ചു. നീ എന്തോ ഒന്ന് ചെയ്തു, ആ ചെയ്തത് ഞങ്ങളെ സഹായിച്ചു. നീ എന്തോ ചെയ്തേ എന്ന് പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. So if you find one dependent clause and one independent clause with any of these subordinating conjunctions, you can say the sentence is in complex type. Let's do some exercises. Identify the sentence type. E type of questions you have in your textbook, page number 91. Let's see the first one. Janet is too weak to peek or move about. Janet is too weak to peek or move about. സെന്റൻസിനകത്ത് എന്താ ഉള്ളത്, ഒരു ഓർ വന്നിട്ടുണ്ട് അല്ലേ. സോ ദാറ്റ് ഇസ് എ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. ജാനറ്റിന് വളരെ ക്ഷീണാവസ്ഥയിലാണ്, മല കയറാനും വയ്യ, ഇവിടെ നിന്ന് അനങ്ങാനും വയ്യ. സോ ദർ ഇസ് വൺ ഓർ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. അതുകൊണ്ട് ആ സെന്റൻസ് എന്താണ്, കോമ്പൗണ്ട് സെന്റൻസ് ആണ്. സോ only thing what you need to know is the chart. കോമ്പൗണ്ട് സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ചാർട്ട് ഉണ്ടെങ്കിൽ you can identify. Our company is taking in people who will work in the marketing division. മാർക്കറ്റിംഗ് ഡിവിഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണോ അവരെ ഞങ്ങളുടെ കമ്പനി അബ്സോർബ് ചെയ്യുന്നു, പുതുതായിട്ട് തിരഞ്ഞെടുക്കുന്നു. Our company is taking in people. ഫസ്റ്റ് പാർട്ട് ഇറ്റ്സ് എ പ്രിൻസിപ്പൽ ക്ലോസ്. ഞങ്ങളുടെ കമ്പനി പുതുതായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അർത്ഥം കംപ്ലീറ്റ് ആണ്. ഹൂ വിൽ വർക്ക് ഇൻ ദ മാർക്കറ്റിംഗ് ഡിവിഷൻ. മാർക്കറ്റിംഗ് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നവർ ആരാണോ അവരെ. അപ്പോൾ അത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഡിപ്പെൻഡന്റ് ക്ലോസും ആണ്, ഹൂ വെച്ചിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ യു ക്യാൻ കണ്ണടച്ചിട്ട് പറയാം അത് എന്ത് സെന്റൻസ് ആണ്, കോംപ്ലക്സ് സെന്റൻസ് ആണ്. Let's see. The flowers in the vase have wilted because of the heat. The flowers in the vase have wilted because of the heat. ചൂട് കാരണം ഇതിനകത്തെ പൂക്കളെല്ലാം വാടി പോയി. ഇവിടെ ഏതുണ്ട്, ബിക്കോസ് ഉണ്ട്. പക്ഷെ ഇത് കോംപ്ലക്സ് ആവില്ല. കാരണം there is one subject, the flowers in the vase, and there is only one verb. ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളൂ, have wilted. ഇപ്പുറത്ത് നമുക്ക് എന്തില്ല, വെർബില്ല. ഇവിടെ വരെ വന്നപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വെർബില്ല. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ സെന്റൻസ്. സോ there is only one subject and one finite verb. So sentence is simple. Let's see one more. The fruits in the glass bowl are for the guest. ഗ്ലാസ് ബൗളിൽ ഒഴിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ആർക്കുള്ളതാണ്, ഗസ്റ്റിനുള്ളതാണ്. You have one subject, the fruits in the glass bowl, are verb. So there is only one verb and one subject. So it is simple sentence. Let's do the exercises to change a simple sentence into complex sentence. She did the right thing. It seems so. രണ്ട് സെന്റൻസ്, രണ്ട് ക്ലോസസ് കിട്ടി. ഷി ഡിഡ് എ റൈറ്റ് തിങ്, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും, ടു ഇറ്റ് സീംസ് സോ അടുത്ത ഇൻഡിപെൻഡന്റ് ക്ലോസും. അഥവാ രണ്ട് സിമ്പിൾ സെന്റൻസ് നമുക്ക് തന്നു. എങ്ങനെ ഇവരെ ഒരുമിപ്പിക്കാം? അവൾ ചെയ്തത് എന്താണോ അത് വളരെ നല്ല കാര്യമാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഷി ഡിഡ് എ റൈറ്റ് തിങ്. ദാറ്റ് വെച്ച് ചേർക്കാം. അല്ലെങ്കിൽ വാട്ട് ഷി ഡിഡ് വാസ് എ right thing. It seems that what she did is a right thing. Okay, it seems that she did a right thing. That join ചെയ്ത് നമുക്ക് ഈ സെന്റൻസ് എന്ത് ചെയ്തു, കോംപ്ലക്സ് ആക്കി. It seems that എന്ത് തോന്നുന്നു, there is a dependent clause ആക്കി. നമ്മൾ ഈ കിടന്ന ഇൻഡിപെൻഡന്റ് ക്ലോസിനെ ദാറ്റ് ചേർത്തിട്ട് ഡിപ്പെൻഡന്റ് ക്ലോസ് ആക്കിയിട്ട് നമുക്കതിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കാം. സെക്കൻഡ് വൺ, I was writing letters. She was washing clothes. നിങ്ങൾക്ക് അതിനെ കോമ്പൗണ്ട് ആക്കാം ആൻഡ് ചേർത്തിട്ട്. I was writing letters and she was washing clothes. പക്ഷെ നമ്മളോട് ചോദ്യം കോംപ്ലക്സ് ആക്കണമെന്നാ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എന്താക്കണം, ഡിപ്പെൻഡന്റ് ക്ലോസ് ആക്കണം. എങ്ങനെ ആക്കാം? ദാ ഈ പറയുന്ന ആരെങ്കിലും ആഡ് ചെയ്താൽ മതി. ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവൾ തുണി കഴുകുകയായിരുന്നു എന്നാക്കിയാൽ മതി. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൾ തുണി കഴുകുകയായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ, I was writing letters while she was washing clothes. ഞാൻ കത്ത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവൾ തുണി കഴുകുകയായിരുന്നു. അപ്പോൾ while ചേർത്താൽ മതി.
അല്ലെങ്കിൽ വെൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഐ വാസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് വെൻ ഷി വാസ് വാഷിംഗ് ക്ലോത്ത്സ്. സോ ദാറ്റ് മേക്സ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഐ വാസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഡിപ്പെൻഡൻ്റ് ആവും, ഇൻഡിപെൻഡൻ്റ് ആവും. വൈൽ ഷി വാസ് വാഷിംഗ് ക്ലോത്ത്സ് എന്താകും, ഡിപ്പെൻഡൻറ്റും ആകും. ഹി വാക്സ് വെരി ഫാസ്റ്റ്. ഹി സീംസ് ടു ബി ഇൻ എ ഹറി. അവൻ ഒത്തിരി സ്പീഡിൽ എന്ത് ചെയ്യുന്നു, നടക്കുന്നു, എന്തോ ധൃതിയാണെന്ന് തോന്നുന്നു. ഹി സീംസ് ടു ബി ഇൻ എ ഹറി ബിക്കോസ് ഹി വാക്സ് വെരി ഫാസ്റ്റ്. അല്ലെങ്കിൽ ഹി സീംസ് ടു ബി ഇൻ എ ഹറി ആസ് ഹി വാക്സ് വെരി ഫാസ്റ്റ്. സോ യു മേക്ക് വൺ സെന്റൻസ് ഡിപ്പെൻഡന്റ്. അതിനെങ്ങനെ ഡിപ്പെൻഡന്റ് ആക്കുന്നത്, ഈ കാണിക്കുന്ന ഏതെങ്കിലും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ സെന്റൻസ് എന്താകും, ഡിപ്പെൻഡന്റ് ആകും. ഡു എ ലോട്ട് ഓഫ് എക്സസൈസസ്, ഇറ്റ് വിൽ ബി ഓക്കെ ഫോർ യു. ദ ഫോർത്ത് ടൈപ്പ് ഓഫ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ ആ സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വേർബും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കോമ്പൗണ്ട് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ആ സെന്റൻസിനകത്ത് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉണ്ടാകും. പക്ഷെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. കോംപ്ലക്സ് സെന്റൻസ് വരുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് കാണും, രണ്ടോ അതിലധികമോ ഡിപ്പെൻഡന്റ് ക്ലോസസ് കാണും. എന്നിട്ട് അവരെ നമ്മൾ സബോർഡിനേറ്റിംഗ് ക്ലോസസ് വെച്ചിട്ട്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ട് വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യിക്കും. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിലാണെങ്കിലോ ചിലപ്പോൾ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് കാണും. എങ്ങനെ ആഡ് ചെയ്യണം, കോമ്പൗണ്ട് വേർഡ്സ് വെച്ചിട്ട് ആഡ് ചെയ്യും. പിന്നെ രണ്ട് ഡിപ്പെൻഡന്റ് ക്ലോസും കാണും, കോംപ്ലക്സസ് വെച്ചിട്ട് ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് ടു ഇൻഡിപെൻഡന്റ് ക്ലോസസ്. അവരെ നമ്മൾ എന്ത് വെച്ച് ആഡ് ചെയ്തത്, കോമ്പൗണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് ആഡ് ചെയ്യും. ഒന്നോ അതിലധികമോ ഡിപ്പെൻഡന്റ് ക്ലോസും കാണും, അവരെ നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ച് ആഡ് ചെയ്യും. അതായത് ഈ രണ്ട് കൂട്ടരും നമുക്ക് ഈ സെന്റൻസിൽ കണ്ടാൽ ആ സെന്റൻസിനെ നമുക്ക് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ലെറ്റ്സ് സീ ദി എക്സാമ്പിൾസ്. സുരഭി, who lives next door, sings melodiously and plays the guitar too. സുരഭി അടുത്ത വീട്ടിൽ താമസിക്കുന്നത്, ഹു. സോ സുരഭി സിങ്സ് മെലോഡിയസ്ലി ഒരു പ്രിൻസിപ്പൽ ക്ലോസ് ആണ്. സുരഭി പ്ലേസ് ദ ഗിറ്റാർ ടു സെക്കൻഡ് പ്രിൻസിപ്പൽ ക്ലോസ് ആണ്. സുരഭി ലീവ്സ് നെക്സ്റ്റ് ഡോർ മൂന്നാമത്തെ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഈ മൂന്ന് ക്ലോസിനെയും കൂടെ ചേർത്ത് വെച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. സുരഭി ഹു ലീവ്സ് നെക്സ്റ്റ് ഡോർ, അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുരഭി ഇല്ലേ, ആ സുരഭി. സോ ഹു മേക്സ് ഇറ്റ് ആസ് എ കോംപ്ലക്സ് സെന്റൻസ്. ആൻഡ് ദെൻ sings melodiously, നന്നായി പാടും, and plays the guitar too. So there's another coordinating conjunction. So we have one subordinating conjunction and we have one coordinating conjunction. അതെല്ലാം കൂടി വന്നതുകൊണ്ട് ആ സെന്റൻസ് എന്തായി, കോമ്പൗണ്ടും ആയി കോംപ്ലക്സും ആയി. Let's move on to the second example. Though Aditya was experienced, the company rejected him and chose Farhan as the project leader. ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്ന സിമ്പിൾ സെന്റൻസ്? ഒന്ന്, ആദിത്യ വാസ് എക്സ്പീരിയൻസ്ഡ്. സെക്കൻഡ് വൺ, ദ കമ്പനി റിജക്റ്റഡ് ആദിത്യ. ദ തേർഡ് വൺ, ദ കമ്പനി ചോസ് ഫർഹാൻ ആസ് ദ പ്രോജക്ട് ലീഡർ. ഓരോന്നിനും സെപ്പറേറ്റ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ഫൈനൈറ്റ് വെർബും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ വി ജോയിൻഡ് ദ first principal clause with a subordinating conjunction. Though Aditya was experienced, Aditya experienced ആയിരുന്നിട്ടും, and that makes this clause, principal clause, into a dependent clause. And then we have two independent clauses again. The company rejected him, the company chose Farhan as the project leader, and they are combined together using a coordinating conjunction. So you have one complex or subordinating conjunction and we have one compound or coordinating conjunction, making the sentence a compound complex sentence. Let's move on to the last one. Maya, who won the prestigious literary award recently, was a teacher and had started writing stories for children while she was working in a school in Agra. Over here we have more than four simple sentences, or four more principal clauses. One, Maya was a teacher. Second one, Maya won the prestigious literary award recently. Third one, Maya had started writing stories for children. Fourth one, Maya was working in a school in Agra.
Let's start with the one. ഓരോന്നായിട്ട് നോക്കാം. Let's Maya, who won the prestigious literary award recently, joined together using a subordinate conjunction who makes that sentence complex, right? Let's move on to the second one. Was a teacher and had started writing stories for children. Again, there are two independent clauses joined together using a coordinating conjunction and making the sentence compound. Looking back again, you have she had started writing stories for children while she was working in a school in Agra. The two sentences are combined together using a subordinating conjunction called while. So, നിങ്ങൾക്ക് അവിടെ രണ്ട് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ഉണ്ട്, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ട്. ഓരോന്നും ജോയിൻ ചെയ്തിപ്പിച്ചിരിക്കുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ടുമുണ്ട്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ടുമുണ്ട്. സോ യു ഗിവ് ദ സെൻറ്റൻസസ് കോമ്പൗണ്ട് complex sentence. Thank you.